കോട്ടയം ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ വിശ്വാസികൾ പ്രതിഷേധിക്കുന്നു. കോട്ടയം മള്ളുശ്ശേരി സെന്റ് തോമസ് ജ്ഞാനായ പള്ളിയിൽ അനുശോചനവും യോഗവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോസി ബാബു വിശദാംശങ്ങൾ നൽകും. ജോസി, ഈ അമ്മയുടെയും കുട്ടികളുടെയും മരണത്തിൽ വിശ്വാസികളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്, എന്തൊക്കെയാണെന്ന് നടക്കാനുള്ളത്? പി സി സൈഫുദ്ദീൻ, മള്ളുശ്ശേരി സെന്റ് തോമസ് ജ്ഞാനായ പള്ളിയിൽ നടന്ന പ്രതിഷേധ യോഗവും അതോടൊപ്പം തന്നെ അനുശോചന സമ്മേളനവും അവസാനിച്ചിരിക്കുകയാണ്. ഷൈനി മക്കളായ ഇഷാന, ഇവാന എന്നിവരുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണം, അവരുടെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ്, അവർക്ക് നീതി ലഭിക്കണമെന്നുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ വിശ്വാസി സമൂഹം ഇന്ന് പള്ളിയുടെ കുർബാനയ്ക്ക് ശേഷം പള്ളിയുടെ മുറ്റത്ത് പ്രതിഷേധ യോഗം ചേർന്നത്. പേരെങ്ങനെയാണ്? നിങ്ങൾ എന്ത് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇത്തരമൊരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നത്? ഞങ്ങൾ ഈ പള്ളിയിലെ ഒരു ഭക്തസംഘടന KCWയുടെ വൈസ് പ്രസിഡന്റാണ്. അപ്പം നമ്മുടെ ഒരു അംഗത്തിന് ഇങ്ങനെ സംഭവിച്ചപ്പം അതൊന്നും നമ്മളാരും അറിഞ്ഞില്ല. ഇതൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ അന്വേഷിക്കണമായിരുന്നു എന്ന എൻ്റെ ഒരു അഭിപ്രായം. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ശരിക്കണേ, ആരായാലും അച്ഛനും കപ്പിയാരായാലും ആരായാലും വേറെ ആളുകൾക്ക്, കുടുംബാംഗങ്ങളല്ലാതെ പുറത്തുനിന്ന് ആളുകൾക്ക് ബന്ധമുണ്ടെന്നൊക്കെ നിങ്ങൾ സംശയിക്കുന്നു? അവിടെ വീട്ടിൽ തന്നെയുള്ള പ്രശ്നക്കാരാണ്, അവിടെ വീട്ടിൽ തന്നെയുള്ള പ്രശ്നക്കാരാണ്. ആര് ചെയ്താലും, മക്കൾ ചെയ്താലും അമ്മമ്മ കള്ളൻ ആരാണോ ആ കള്ളനെ, നീ മരിച്ചൊന്നും പോയില്ലല്ലോ, കള്ളനെ നിർബന്ധമായും പിടിച്ചിരിക്കണം. ഭർത്താവിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഈ കേസിൽ അറസ്റ്റുകൾ അവസാനിക്കണം? ഇനി കൂടുതൽ ആളുകൾ ഇതിൽ കുറ്റക്കാരുണ്ടെന്നാണ് നമുക്കറിയാൻ മേല. അതാരും മരിച്ചും പോയി, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കാര്യം അത് നിയമപരമായി ഇനി പോവുകയെ നടക്കുകയുള്ളൂ. അവിടെ രണ്ട് വീട്ടുകാർ അവിടെ നമ്മൾ കോട്ടത്തിലൊക്കെ നമുക്ക് കുടുംബത്തെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അതാണ് അവരുടെ രണ്ട് വീട്ടുകാരുടെ പ്രശ്നങ്ങളായതിന്. അത് കാരണം ഈ ഒരു ഇടവകയിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കും. അവർ തൊടുപുഴ ഇടവകങ്ങളാണല്ലോ. ഇതിപ്പോ ഞങ്ങളുടെ ഈ ഇടവക്കാരുടെ ഒരു മനോധൈര്യത്തിന് വേണ്ടി ചെയ്താ അല്ല. ഈ ഇടവക മള്ളുശ്ശേരിക്കാരുടെ ഒരു, ഞങ്ങളിപ്പോ എന്നാ അറിഞ്ഞ പള്ളി വന്നപ്പോ, നമുക്കൊന്നും അറിയത്തില്ല. ഞങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർ തന്നെ. ഇവിടെ വനിതാ കൂട്ടായ്മ, അതോടൊപ്പം വിവിധ ആത്മായ സംഘടനകൾ, വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും കൂട്ടായ്മകൾ എന്നിവരുടെ എല്ലാം നേതൃത്വത്തിലാണ് പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 28-നാണ് പറോലിക്കൽ സ്വദേശിയായ ഷൈനി മക്കളായ ഇവാന, ഇഷാന എന്നിവർ വീടിന് സമീപത്തെ റെയിൽവേ ട്രാക്കിൽ ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷൈനിയുടെ ഭർത്താവ് നോബിയെ ഏറ്റുമാനൂർ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. നോബിയുടെ ചില പ്രകോപനപരമായ ഇടപെടലുകളും ഫോൺ വിളികളുമാണ് ഷൈനിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. കൂടാതെ മറ്റു ചില കുടുംബ പ്രശ്നങ്ങളും ഇത്തരത്തിൽ ഈ ഷൈനി ഇത്തരമൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതായെന്ന സംശയവും പോലീസിനുണ്ട്. അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതിനിടെ ഷൈനി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ കാണുന്നില്ല എന്ന തരത്തിലുള്ളൊരു പ്രചാരണമുണ്ടായി. പിന്നീട് പോലീസ് ആ മൊബൈൽ വീട്ടിൽ നിന്ന് ലഭിച്ചു എന്നതാണ് അറിയിച്ചത്. എന്തായാലും ആ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. അതോടൊപ്പം തന്നെ ഷൈനിയുടെ ഭർത്താവ് അറസ്റ്റിലായ നോബിയുടെ മൊബൈൽ ഫോണും ഇത്തരത്തിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. എന്തായാലും നോബിയുടെ ജാമ്യാപേക്ഷ നാളെ ഏറ്റുമാനൂർ കോടതി പരിഗണിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ കൂട്ടായ്മയും അനുശോചന യോഗവും ജ്ഞാനായ സമൂഹ വിശ്വാസികളുടെ നേതൃത്വത്തിൽ കോട്ടയം മള്ളുശ്ശേരിയിലെ സെന്റ് തോമസ് പള്ളിയിൽ നടന്നത്. എന്തായാലും ഇപ്പോൾ യോഗം കഴിഞ്ഞ ശേഷം അവർ പിരിഞ്ഞു പോവുകയാണ്. എല്ലാവരുടെയും പൊതുവായ അഭിപ്രായം ഈ സംഭവത്തിൽ കുറ്റക്കാരായ എല്ലാവർക്കുമെതിരെ നടപടി വേണം. ഭർത്താവ് നോബി കൂടാതെ മറ്റാരെങ്കിലും ഈ കുറ്റകൃത്യത്തിൽ ഇവരുടെ ആത്മഹത്യക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ അവരെ കൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് വിശ്വാസി സമൂഹം മുന്നോട്ട് വെക്കുന്നത്. അത്തരമൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് കുർബാനയ്ക്ക് ശേഷം പള്ളിയുടെ മുറ്റത്ത് ഇത്തരത്തിലൊരു പ്രതിഷേധവും അനുശോചന യോഗവും നടന്നത്. സൈഫുദ്ദീൻ. ജോസി ബാബുവാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.